വിശദമായി നോക്കാം. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർക്കെതിരായ സസ്പെൻഷൻ ശിക്ഷാ നടപടിയല്ലെന്ന് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ. സസ്പെൻഷനിലായ രജിസ്ട്രാർ അയച്ച ഒരു ഫയലും ഒപ്പിട്ടില്ല. VC ഇല്ലാതെ ചേർന്ന സിൻഡിക്കേറ്റിന് അധികാരമില്ല. രജിസ്ട്രാർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ്. അനുവാദമില്ലാതെ ഓഫീസിൽ കയറിയതിന് രജിസ്ട്രാർക്കെതിരെ പോലീസിൽ പരാതി നൽകി. അക്രമം നടന്നതുകൊണ്ടാണ് സർവകലാശാലയിൽ എത്താതിരുന്നത്. രജിസ്ട്രാറെ പിന്തുണയ്ക്കുന്നവർ അക്രമികളെ ഇറക്കുന്നു. ആക്രമണം നടത്തിയവർ വിദ്യാർത്ഥികളാണോ എന്ന് സംശയമുണ്ടെന്നും മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. ഇപ്പോൾ ഈ നിമിഷം വരെ 1838 ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ ഒപ്പിട്ട് കഴിഞ്ഞു. അപ്പോൾ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇനി ഒന്നും തന്നെ ഇവിടെ ഒപ്പിടാനില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കലാപം ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടി വന്ന് ആ കലാപത്തിൽ എണ്ണ ഒഴിക്കണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ വരാതിരുന്നത്. നമ്മുടെ നാട്ടിൽ ആർക്കെതിരായിട്ടും ആരോപണം വന്നാൽ സസ്പെൻഡ് ചെയ്യുന്നത് വളരെ സ്വാഭാവികമാണ്. സസ്പെൻഡഡ് രജിസ്ട്രാർ ഒപ്പിട്ട ഒരു ഫയലും ഞാൻ നോക്കിയിട്ടില്ല. വാർത്താ സമ്മേളനത്തിടെ ഇറങ്ങിപ്പോയി കേരള സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ. സെനറ്റ് ഹാളിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രശ്നമില്ലേ എന്ന ചോദ്യത്തോടാണ് പ്രകോപിതനായി VC ഇറങ്ങിപ്പോയത്. നടത്തുന്ന സ്ഥലത്ത് ചെഗുവരയുടെ അല്ല പടം വെക്കേണ്ട, ചെഗുവരയുടേതോ സവർക്കറുടെയോ ആരുടെയും പടം വെക്കേണ്ട. അവിടെ മുമ്പ് പഠിപ്പിച്ചിരുന്ന അവിടെ ONV ഗ്രൂപ്പിന്റെ പടം വെക്കായിരുന്നു. അവിടെ ONV ഗ്രൂപ്പിന്റെ പടം വെക്കായിരുന്നു. ഞാൻ നിങ്ങളോട് അല്ല നിങ്ങൾ പതുക്കെ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഞാൻ വീഴുന്നില്ല. നിങ്ങൾ രാഷ്ട്രീയത്തിലോട്ട് വഴുതി വീഴുന്നു. ഐ ആം നോട്ട് റെഡി. താങ്ക് യു. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, കേരള സർവകലാശാലയിലെ സംഭവവികാസങ്ങളോട് എന്തായിരുന്നു VC മോഹനൻ കുന്നുമ്മലിന്റെ പ്രതികരണം? എന്താണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിനിടെ ഇറങ്ങിപ്പോകാൻ കാരണമായത്? 20 ദിവസത്തിന് ശേഷമാണ് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ ഇന്ന് സർവകലാശാലയിൽ എത്തിയത്. അദ്ദേഹം ഉച്ചയോടുകൂടിയാണ് മാധ്യമപ്രവർത്തകരെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചത്. ഇക്കാര്യത്തിൽ അദ്ദേഹം ഒപ്പിട്ട ഫയലുകളുടെ വിവരങ്ങൾ ഒക്കെ പറഞ്ഞു. അതിനുശേഷമാണ് രജിസ്ട്രാർക്കെതിരെ എടുത്ത നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടന്നത്. താനാണ് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത്. അതൊരു ശിക്ഷാ നടപടിയായിട്ടല്ല സസ്പെൻഡ് ചെയ്തത്. സ്വാഭാവികമായ നടപടിക്രമത്തിന്റെ ഭാഗമാണ്. ഗവർണർ പങ്കെടുത്ത പരിപാടി അത് തടസ്സപ്പെടുത്തിയതിന്റെ ഭാഗമായാണ് അത്തരമൊരു സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. എന്തായാലും ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒപ്പം തന്നെ SFI നടത്തിയ സമരവും ഒക്കെ തെറ്റായ രീതിയാണ്. SFI പ്രവർത്തകർ എന്ന് പറയുന്നത് ഗുണ്ടകളാണ്, അതായത് വിദ്യാർത്ഥികളല്ല, അവർ ഗുണ്ടകളാണ് എന്നാണ് മോഹൻ കുന്നുമ്മൽ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ അവർക്ക് ഒത്താശ ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങളും അതേ നടപടിയാണ് സ്വീകരിച്ചത്. രജിസ്ട്രാർ KS അനിൽകുമാർ സ്ഥിരമായി സസ്പെൻഷൻ നടപടിക്ക് ശേഷവും സർവകലാശാലയിൽ എത്തുന്നത് അത് തെറ്റായ നടപടിയാണെന്നും അതൊരു ക്രിമിനൽ കുറ്റമാണെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നും മോഹൻ കുന്നുമ്മൽ വിശദീകരിച്ചു. എന്തായാലും ഈ സർവകലാശാലയ്ക്ക് മുന്നിൽ SFI നടത്തിയ സമരത്തിൽ ചെഗുവേരയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. ഒരു മഹാനായ നേതാവാണ് അദ്ദേഹമെന്ന് തുടങ്ങിയ മോഹനൻ കുന്നുമ്മൽ അവസാന ഘട്ടത്തിൽ എത്തിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചില ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയും അദ്ദേഹം മറുപടിയില്ലാതാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് ചെഗുവേരയുടെയോ സവർക്കറിന്റെയോ ഒന്നും ഫോട്ടോ വെക്കരുത് എന്ന ആവശ്യം മോഹനൻ കുന്നുമ്മൽ ഉന്നയിച്ചത്, വിദ്യാർത്ഥികളോട് അത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത്. അതിനിടെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അപ്പോൾ സർവകലാശാലക്കകത്ത് സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ എന്തിന് ഭാരതാംബ ചിത്രം വെച്ചു? അതുമായി ബന്ധപ്പെട്ട വിഷയം ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനായത്. നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വഴുതിമാറുകയാണ് എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹം പ്രകോപിതം തുടർന്നത്. അതിനുശേഷം താങ്കളാണ് രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർ വ്യക്തമാക്കി. അതോടുകൂടിയാണ് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞ് വാർത്താ സമ്മേളനത്തിടെ അദ്ദേഹം ഇറങ്ങിപ്പോയത്. എന്തായാലും ഈ അധികാര തർക്കം തുടരും എന്നുള്ളത് തന്നെയാണ് നിലവിൽ വ്യക്തമാക്കുന്നത് VC. താൻ KS അനിൽകുമാർ നൽകിയ ഒരൊറ്റ ഫയലിൽ പോലും ഒപ്പിട്ടിട്ടില്ല, അത് നിയമവിരുദ്ധമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനല്ല വൈസ് ചാൻസലർക്കാണ് അധികാരമെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുന്നു മോഹനൻ കുന്നുമ്മൽ. ഒപ്പം തന്നെ ഈ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി സിൻഡിക്കേറ്റ് ചേർന്നുകൊണ്ട് അത് പിൻവലിക്കുകയാണല്ലോ ഉണ്ടായത്. അപ്പോൾ VC അധ്യക്ഷത വഹിക്കാത്ത സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണോ മോഹനൻ കുന്നുമ്മൽ അറിയിച്ചത്? VC സിൻഡിക്കേറ്റ് യോഗം പിരിച്ചുവിടുകയാണ് ഉണ്ടായത് എന്നാണ് മോഹനൻ കുന്നുമ്മൽ വ്യക്തമാക്കിയത്. പക്ഷേ പിരിച്ചുവിടുകയല്ല, അവർ ഇറങ്ങിപ്പോവുകയാണല്ലോ ചെയ്തത്. വീണ്ടും സിൻഡിക്കേറ്റ് യോഗം നടക്കുകയാണല്ലോ ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ അതല്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത്. ഒപ്പം തന്നെ സിൻഡിക്കേറ്റ് ഉടൻ തന്നെ വിളിച്ചു ചേർക്കണം, 2 മാസത്തിൽ ഒരിക്കൽ സിൻഡിക്കേറ്റ് ചേരണം എന്നുള്ള കൃത്യമായ ബൈലോ ഉണ്ട്. അതുകൊണ്ട് തന്നെ 26-ാം തീയതിക്ക് മുമ്പ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കണമെന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ആവശ്യത്തിൽ തീരുമാനമെടുക്കാനും അദ്ദേഹം തയ്യാറായില്ല. ഈ 26-ാം തീയതി 2 മാസം പൂർത്തിയാവില്ല
ആവശ്യമില്ല എന്ന ന്യായമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതല്ല എന്ന് പറഞ്ഞ് ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് വൈസ് ചാൻസലർ ചെയ്തത്. എന്തായാലും വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയ വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് തന്നെ ഒരു രാഷ്ട്രീയം കളിക്കുന്ന നീക്കമായിരുന്നു അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജിലും അദ്ദേഹം ഓരോ കാര്യങ്ങൾ വ്യക്തമാക്കുമ്പോഴും അതിൽ ഉണ്ടായിരുന്നത്. എന്തായാലും ചാൻസലർക്ക് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി ഗവർണർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. തന്റെ ഹയർ അതോറിറ്റി അദ്ദേഹം ഇന്ന് വരികയും അതുപോലെ തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളെല്ലാം ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ രജിസ്ട്രാർ KS അനിൽകുമാർ ഒപ്പുവെച്ച ഒരു ഫയൽ പോലും അദ്ദേഹം പരിഗണിക്കാതെ മാറ്റുകയാണ് ചെയ്തത്. തീർച്ചയായും PhD-യുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടതും ഒപ്പം തന്നെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും പൂർണ്ണമായും താൻ ഇതുവരെ ലഭിച്ചത് ഒക്കെ സൈൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. പക്ഷേ രജിസ്ട്രാർ KS അനിൽകുമാർ സൈൻ ചെയ്ത ഒരു ഫയലുകളും താൻ ഒപ്പുവെച്ചിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അദ്ദേഹം രജിസ്ട്രാർ അല്ല എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ. സസ്പെൻഷനിലാണ് രജിസ്ട്രാർ KS അനിൽകുമാർ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അനിൽകുമാർ ഒപ്പുവെച്ച ഒരു ഫയലും താൻ പരിഗണിച്ചിട്ടില്ല, ആ ഫയലിൽ ഒപ്പുവയ്ക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മോഹനൻ കുന്നുമ്മൽ. വിവരങ്ങളാണ് വിജിൻ വായാന്തോട് നൽകിയത്.